പ്രൈസ് ലോർഡ്. വേദശാസ്ത്രത്തിന്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വചനം കേൾക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട 9 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 4 കാര്യങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചു. ഇന്ന് 5ാമത്തെ കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. അതിനാധാരമായിട്ട് മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം ഞാൻ വായിക്കുന്നു. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു, അത് വിളഞ്ഞ് 100-ഉം 60-ഉം 30-ഉം മേനി നൽകുന്നു. അപ്പൊ നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടത് ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു എന്ന് വചനം കൃത്യമായിട്ട് പറയുക. അപ്പോൾ വചനം കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രഹിക്കണം. ഇതാണ് 5ാമത്തെ പോയിന്റ്. ഇന്ന് വചനം കേൾക്കുമ്പോൾ പലരും എന്ത് ചെയ്യുന്നില്ല? ഗ്രഹിക്കുന്നില്ല. അവരുടെ ജീവിതത്തിൽ ആ വചനത്തെ ഏറ്റെടുത്ത് ഗ്രഹിക്കാൻ എന്ത് ചെയ്യുന്നില്ല? അവർക്ക് കഴിയുന്നില്ല. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ലൂക്കോസ് ആണ് എന്ത് ചെയ്യുന്നത്? വിവരിച്ചിരിക്കുന്നത്. മത്തായി 13-18 മുതൽ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇത്തിരി വിശദമായിട്ട് ലൂക്കോസ് ആണ് എന്ത് ചെയ്തേക്കണേ? ഇതിനെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. ലൂക്കോസ് വിശേഷം 8-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം 4 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലാണ് ഇതിനെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നു, പിന്നെ വലിയൊരു പുരുഷാരവും ഓരോ പട്ടണത്തിൽ നിന്നും അവന്റെ അടുക്കൽ വന്നവരും ഒരുമിച്ച് കൂടിയപ്പോൾ അവൻ ഉപമയായി പറഞ്ഞത്, വിതയ്ക്കുന്നവൻ വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണിട്ട് ചവിട്ടിപ്പോവുകയും ആകാശത്തിലെ പറവജാതി അതിനെ തിന്നുകളയുകയും ചെയ്തു. അപ്പൊ വിതച്ചപ്പോ എന്ത് ചെയ്തു? ചിലത് എന്ത് ചെയ്തു? വഴിയരികെ വീണു. അത് ആകാശത്തിലെ പറവജാതി എന്ത് ചെയ്തു? അതിനെ തിന്നുകളഞ്ഞു. ഇനി മറ്റു ചിലത് പാറമേൽ വീണു, മുളച്ച് നനവില്ലായകയാൽ ഉണങ്ങിപ്പോയി. അപ്പൊ പാറമേലാണ് വീണത്. അപ്പൊ അത് വീണെന്ത് ചെയ്തു? മുളച്ചു. പക്ഷെ നനവില്ലായകയാൽ എന്ത് ചെയ്തു? അത് ഉണങ്ങിപ്പോയി. ഇനി മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളും കൂടെ മുളച്ചു വന്നു അതിനെ ഞെരുക്കിക്കളഞ്ഞു. മൂന്നാമത്തത് മുള്ളിന്റെ ഇടയിൽ വീണു, പക്ഷെ എന്ത് ചെയ്തു? മുള്ളിനിടയിലായതുകൊണ്ട് മുള്ളെന്ത് ചെയ്തു? അതിനെ ഞെരുക്കിക്കളഞ്ഞു എന്ന് പറയുക. ഇനി മറ്റു ചിലത് നല്ല നിലത്ത് വീണു, മുളച്ച് 100 മേനി ഫലം കൊടുത്തു. ഇത് പറഞ്ഞിട്ട് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് യേശു പറയാണ്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പൊ കേൾപ്പാൻ ചെവിയുള്ളവെന്ന് പറഞ്ഞാൽ അവിടെ വെച്ചുന്ന എല്ലാവർക്കും ചെവിയുണ്ട്. പക്ഷെ ഇത് ഗ്രഹിപ്പാൻ തക്കവണ്ണം എല്ലാവർക്കും വരം കിട്ടിയിട്ടില്ലെന്ന് ബൈബിൾ പറയുന്നുണ്ട്. അതിന്റെ 9-ാം വാക്യം പറഞ്ഞു, അവന്റെ ശിഷ്യന്മാർ അവനോട് ഈ ഉപമ എന്ത് എന്ന് ചോദിച്ചതിന് അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, ശേഷമുള്ളവർക്കോ കണ്ടിട്ടും കാണാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിപ്പാതിരിപ്പാനും ഉപമകളിലാലത്രേ. അപ്പൊ എല്ലാവർക്കും ഇത് ഗ്രഹിപ്പാൻ കഴിയത്തില്ല. അപ്പോൾ ശിഷ്യന്മാർക്ക് ഇതെന്താണ്? ഈ മർമ്മങ്ങളെ അറിയുവാനുള്ള വരം എന്താണ്? ലഭിച്ചിരിക്കുക. ഈ വരം ലഭിച്ചിട്ടും ഇവർക്ക് ഇത് മനസ്സിലായിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് അടുത്ത വാക്യത്തില് ഇതെന്താണെന്ന് അവര് യേശുവിനോട് ചോദിക്കുന്നത്. അപ്പൊ യേശു അതിന് കൃത്യമായിട്ട് ശിഷ്യന്മാർക്ക് എന്ത് ചെയ്യാണ്? അതിനെ പറഞ്ഞു കൊടുക്കുകയാണ്. അതിന്റെ 11-ാം വാക്യം മുതലാണ് അതിന്റെ വിശദീകരണം. ഉപമയുടെ പൊരുളോ വിത്ത് ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ ഇവിടെ പറഞ്ഞ വിത്ത് എന്താണ്? അത് ദൈവത്തിന്റെ വചനം. എന്നിട്ട് പറഞ്ഞു, വഴിയരികെയുള്ളവർ കേൾക്കുന്നവരെങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിപ്പാൻ പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനമെടുത്ത് കളയുന്നു. അവളിവിടെ കൃത്യമായിട്ട് യേശു വിശദീകരിച്ചു തരികയാണ്. അപ്പൊ ഈ വിത്ത് എന്ത് ചെയ്യാണ്? വഴിയരികെയുള്ളവരെ ദൈവവചനമാണെന്ന് വിത്ത് വിതയ്ക്കുമ്പോൾ വഴിയരികെയുള്ളവർ കേൾക്കുന്നവരെങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കാൻ പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുകയാണ്. അപ്പൊ ഇന്ന് ഇതാണ് മിക്കവാറും സംഭവിക്കുന്നത്. നമ്മൾ പരസ്യങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പിശാച് വന്നിട്ട് എന്ത് ചെയ്യാണ്? ഇവരുടെ ഹൃദയത്തിൽ നിന്ന് ഈ വചനം എടുത്ത് കളയുന്നത് കൊണ്ടാണ് ഇവർ രക്ഷയിലേക്ക് കടന്നു വരാതിരിക്കുന്നത്. മനസ്സിലാവുന്നല്ലോ? അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിപ്പിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുട്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ നാളുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? കുരുട്ട് ഹൃദയങ്ങളെ തുറപ്പാൻ തക്കവണ്ണം നമ്മൾ ദൈവസന്നിധിയില് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഇനി അടുത്തത് പറയാണ്, പാറമേലുള്ളവരോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുകയാണ്. രണ്ടാമത്തത് പാറമേൽ വിധിക്കപ്പെട്ട വിത്താണ്.
അപ്പൊ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും അവർക്ക് വേരില്ല എന്ന് പറഞ്ഞാൽ അല്ലേ, ഇപ്പൊ പാറയിൽ നമുക്കറിയാം, ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു പാറയുണ്ട്. അപ്പൊ ആ പാറയുടെ മുകളിലാണ് നെല്ല് ഉണങ്ങാൻ വേണ്ടി നിന്ന് വിരിച്ചിടുന്നത്. അപ്പൊ അങ്ങനെ ഈ നെല്ലിട്ടിട്ട് ഇവർ എന്ത് ചെയ്ത് അടിച്ചു വാരിയെടുക്കുമ്പോൾ ഈ പാറയുടെ ചെറിയ ചെറിയ ഗ്യാപ്പിലൊക്കെ എന്ത് ചെയ്യും, കുറെ നെല്ലൊക്കെ അങ്ങോട്ട് വീഴും. അപ്പൊ കുറച്ച് മണ്ണൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ മഴ പെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ചെറിയ കുഴികളിൽ വെള്ളം നിറയും. ആ സമയത്ത് ഈ നെല്ലെല്ലാം ഇങ്ങനെ എന്ത് ചെയ്യും, മുളച്ചു വരും. മുളച്ചു വന്ന് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും, വെയിലടിച്ചു തുടങ്ങും. വെയിലടിച്ചു തുടങ്ങുമ്പോൾ ഈ കുഴികളിലെ വെള്ളം വറ്റിപ്പോവും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ആ കുറച്ച് മണ്ണിലെ വേരൂന്നിയത് താഴത്തേക്ക് വരുന്ന സ്ഥലമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ പാറയിൽ വേര് മുട്ടുമ്പോൾ ചൂടടിച്ചിട്ട് എന്ത് ചെയ്യും, അത് മൊത്തം എന്ത് ചെയ്യും, ഉണങ്ങിപ്പോകുവാനിടയാവും. അതാ അവിടെ പറഞ്ഞത്, സന്തോഷത്തോടെ കൈക്കൊള്ളുന്നുവെങ്കിലും അവർക്ക് വേരില്ല. അവർ തൽക്ഷണം വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് പിൻവാങ്ങിപ്പോകുകയും ചെയ്യുന്നു. ഇന്ന് അനേകർ ഇങ്ങനെയാ. അന്വേഷിച്ചു പോകും അല്ലെ, മറ്റുള്ള മീറ്റിങ്ങുകൾക്കൊക്കെ പോകും, ദൈവദിന പഠനം കേൾക്കാനൊക്കെ പോകും, ബൈബിൾ ക്ലാസ്സുകൾക്കൊക്കെ പോകും. പക്ഷേ ആ സമയത്ത് അവർക്കൊരു സന്തോഷമുണ്ട്, ഒരു ബലമുണ്ട്. പക്ഷേ എന്തെങ്കിലും പരീക്ഷകൾ അവരുടെ ജീവിതത്തിൽ വരുമ്പോൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുമ്പോൾ അവരെന്ത് ചെയ്യാണ്, പിൻവാങ്ങി പോകുകയാണ് ചെയ്യുന്നത്. അതാണ് ഇന്ന് അനേകർ കർത്താവിനെ വിട്ടു പോകുവാനുള്ള കാരണങ്ങളിൽ ഒന്നാണത്. ഇനി അടുത്തത്, മുള്ളിനിടയിൽ വീണതോ, കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാര ഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്രേ. ഇവിടെ 3 കാര്യങ്ങളാണ് പറയുന്നത്. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ട വിത്തിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് പറയുന്നത്? 1 ചിന്തകളാലും, 2 ധനത്താലും, 3 സംസാര ഭോഗങ്ങളാലും ഞെരുങ്ങിയിട്ട് പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്രേ. അപ്പൊ ഇന്ന് ഭൂരിഭാഗം വിശ്വാസികളിൽ ഈ 3ാമത്തതാണ് കണ്ടുവരുന്നത്. കാരണം അനേക വചനങ്ങൾ കേട്ടവരാണ്, പക്ഷെ എന്താ സംഭവം എന്നറിയാമോ, അവർക്ക് ചിന്തയാണ് അല്ലെ. അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായത്തിൽ ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് കെണി പോലെ വരും. നമുക്ക് ആ ഭാഗം പിന്നീട് ചിന്തിക്കാം. അപ്പം ഇന്ന് അനേകർക്ക് എന്താണ്, ഈ ചിന്തകൾ അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നത് കൊണ്ട്, നാളെയെ കുറിച്ച്, ഭാവിയെ കുറിച്ച്, മക്കളെ കുറിച്ച്, അങ്ങനെ അനേക വ്യക്തികളെ കുറിച്ച് ചിന്തകൾ കിടക്കുക. അല്ലെ, കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നു, അല്ലെ അത് എന്തായിത്തീരും, അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ. ദൈവത്തിലുള്ള ആശ്രയം നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ നീ എങ്ങനെ മുന്നോട്ട് പോകുക. അടുത്ത ധനത്താൽ അല്ലെ, എങ്ങനെയെങ്കിലും ഈ ലോകത്തുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നേടണം, ഈ ലോകത്തിൽ ഒരുപാട് സമ്പാദിക്കണം എന്നൊക്കെ വെച്ച് ഈ ധനത്തിന്റെ ചിന്തയാണെന്ന് പലരുടെ അകത്തേക്ക് കിടക്കുന്നത്. ദൈവിക കാര്യങ്ങളെ കുറിച്ചല്ല ചിന്തയൊന്നുമല്ല, സുവിശേഷീകരണത്തെ കുറിച്ചുള്ള ചിന്തയല്ല. അല്ലെ, ഇന്ന് ഈ ലോകത്തിൽ എന്തെങ്കിലും സമ്പാദിക്കണമെന്ന് വെച്ചുകൊണ്ട് ജനം ഓടിക്കൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിലൊന്നും ഇവർക്ക് പ്രതിഫലം കിട്ടാൻ പോകുന്നില്ല. കർത്താവിന്റെ വേലയ്ക്ക് ഇവരൊന്നും കൊടുക്കില്ല. ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ട്രാക്ടർ അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാളോട് 4500 രൂപ ചോദിച്ചു, 5000 ട്രാക്ടർ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇദ്ദേഹം വലിയ വാഹനങ്ങളിലൊക്കെ ആളാ, വലിയ വണ്ടിയൊക്കെ ഉള്ള ധനാഢ്യനായ മനുഷ്യനാ. അപ്പം ഈ മനുഷ്യൻ എന്നോട് പറയുകയാണേ, പാസ്റ്റേ എന്റെ കയ്യിൽ കാശില്ല പാസ്റ്റേ, ഞാൻ 1000 രൂപ തരാം. ഞാൻ പറഞ്ഞു വരുന്നത്, ബാക്കി എല്ലാത്തിനും അവർക്ക് കാശുണ്ട്, പക്ഷെ കർത്താവിന്റെ വേലയ്ക്ക് എന്തില്ല, കാശില്ല. ഇന്നോവനേക്കാളും കൂടുതൽ വിലയുള്ള വാഹനം എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ്, ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാരാ. പക്ഷേ ഇവർക്ക് എന്തില്ല, സുവിശേഷ വേലയ്ക്കുള്ള താല്പര്യമില്ലാതെയായി, ദൈവിക കാര്യങ്ങൾക്കുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടവരായി. ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് ഈ ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള ചിന്തയാണ് ഇവരെ വ്യാപരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായം, 16-ാം അധ്യായത്തിൽ കർത്താവ് ഒരു കാര്യം പറഞ്ഞു. ലൂക്കോസ് 16:10, ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അനീതിയുള്ള മാമോനെ കൊണ്ട്, 9-ാം വാക്യം മുതൽ, അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നിട്ട് അതില്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങൾ നിങ്ങളെ ചേർത്ത് കൊള്ളുവാനിടയാകും. അടുത്ത് പറയുന്നതിനാണ്, അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതികെട്ടവൻ അധികത്തിലും നീതികെട്ടവൻ. എന്നിട്ട് അടുത്ത വാക്യം ശ്രദ്ധിക്കണം, നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ ഭരമേൽപ്പിക്കും. അപ്പൊ അനീതിയുള്ള മാമോന് നമ്മൾ വിശ്വസ്തരാകണമെന്ന് ദൈവത്തിന്റെ വചനം പറയുക. ആ കാന്തയ്ക്കുള്ള ന്യായവിധിയെ കുറിച്ച് നമ്മൾ പഠിക്കണം. നമ്മൾ വരുന്ന ദിവസങ്ങൾ അതിനെ കുറിച്ച് നമ്മൾ പഠിക്കും.
അത് വിശദമായി പഠിക്കേണ്ട ഒരു വിഷയമാണത്. ബൈബിൾ രണ്ടുവിധ ന്യായവിധിയെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് സകല പാപികൾക്കുള്ള ന്യായവിധി, അതാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിലുള്ളത്. രണ്ട്, ദൈവസഭയ്ക്കുള്ള ന്യായവിധിയുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 5:10 അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അപ്പോൾ ഇത് ബീമാ സീറ്റാണ്. ആ സഭയ്ക്ക് പ്രതിഫലം കൊടുക്കുന്ന ആ ന്യായവിധിയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ അവിടെ നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ദൈവത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുക. നമ്മുടെ സമ്പത്തിന്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ വാഹനം, നമ്മുടെ ഭവനം, നമ്മളെ എന്തെല്ലാം കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടോ, നമ്മുടെ വിദ്യാഭ്യാസം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടോ അതിനെല്ലാം നമ്മൾ ദൈവത്തിൽ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. അപ്പൊ നമുക്ക് ലഭിച്ച നന്മ നമ്മൾ ദൈവിക കാര്യങ്ങൾക്ക് ഉപയോഗിച്ചോ എന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. ഈ ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതോടുകൂടെ പറഞ്ഞു, നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ ഭരമേൽപ്പിക്കും. അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും. അപ്പൊ അന്യമായതെന്ന് പറഞ്ഞാൽ ഈ മാമോനെ കുറിച്ചാണ് പറഞ്ഞത്. എന്നിട്ട് പറയാണ്, 2 യജമാനന്മാരെ സേവിപ്പാൻ ഒരു വൃത്യനും കഴിയുകയില്ല. അവൻ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഒന്നുകിൽ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം, അല്ലെങ്കിൽ പണത്തെ സ്നേഹിക്കാം. ഈ പണത്തെ സ്നേഹിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ആ പണത്തിന്റെ ആഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലോകത്തിലേക്ക് നമ്മൾ പോകും. അല്ല, കർത്താവിനെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി കൊടുത്തും കർത്താവിനെ സ്നേഹിച്ചും കർത്താവിന്റെ വേലയെ സ്നേഹിച്ചും നമ്മൾ മുന്നോട്ട് പോയാൽ കർത്താവിന് വേണ്ടി നമുക്ക് നിലനിൽക്കാൻ കഴിയും. ഇത് പറയുമ്പോൾ ഞാൻ സൗദി അറേബ്യയില് 6 വർഷം ഞാൻ ജോലി ചെയ്ത ആളാണ്. നന്നായി കാശൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാന് നമ്മുടെ പീച്ച് മാസ്റ്റർ, അദ്ദേഹം മരിച്ചുപോയല്ലോ, എന്നെ പഠിപ്പിച്ച സാറാണ്. അപ്പൊ അന്ന് എന്നെ ദൈവദിനം പഠിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വാസ ജീവിതത്തെ കുറിച്ചൊക്കെ സാക്ഷ്യം പറയുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഹെഡ് മാസ്റ്റർ ആയിരിക്കുമ്പോഴാണ് ആ സുവിശേഷ വേല ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ശമ്പളം കിട്ടുമ്പോൾ അതെല്ലാം കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്ത് പിന്നെ വിശ്വാസത്തോടു കൂടി ജീവിച്ച കാര്യങ്ങളൊക്കെ സാക്ഷ്യം പറയുമായിരുന്നു. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ജോലി കിട്ടിയാൽ ഇങ്ങനെ എന്തെങ്കിലും വിശ്വാസത്തോടെ ജീവിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അങ്ങനെ സൗദി അറേബ്യയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ശമ്പളം കിട്ടുമ്പോൾ അതൊക്കെ കർത്താവിന്റെ വേലയ്ക്ക് അയക്കും. ദേവാസന്മാർക്ക് വാടക കൊടുക്കാനില്ലാത്തവർക്ക് വാടക കൊടുക്കാൻ അയക്കും. അതേപോലെ തന്നെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് അയക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പാവപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ കിട്ടുന്ന ശമ്പളം മുഴുവനും ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും? ആ വിശ്വാസത്തോടു കൂടിയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഒരു 10-35 ലക്ഷം രൂപയുടെ വീടൊക്കെ വേണമെങ്കിൽ എനിക്ക് വെക്കായിരുന്നു. പക്ഷേ ഞാനെല്ലാം കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്ത് ഇന്ന് ഞാൻ എന്ത് വാടകയ്ക്കാണെന്ന് താമസിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമുക്ക് എവിടെയാലും ഇപ്പൊ താമസിച്ചാൽ മതി, വീട് വെക്കുന്നത് തെറ്റല്ല, വാഹനത്തിൽ നല്ല വാഹനമുള്ള ഒന്നും തെറ്റല്ല. പക്ഷെ എന്റെ കാഴ്ചപ്പാട് അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ എല്ലാം കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എന്ത് ചെയ്യണം? സ്വർഗത്തിലാണ് നമ്മുടെ നിക്ഷേപം ഉണ്ടാകേണ്ടത്. കർത്താവ് പറഞ്ഞു, പുഴുവും തുരുമ്പും കിടക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം നിക്ഷേപിക്കരുത്. ഇത് കൽപ്പനയാണ്. ഇതൊന്നും വിശ്വാസികൾ കാണില്ല. മത്തായി സുവിശേഷം 6-ാം അധ്യായം 19 വാക്യമാണ് ഞാൻ വായിക്കുന്നത്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവീൻ. അപ്പൊ നമ്മുടെ നിക്ഷേപം എവിടെയാണ്? അതിന്റെ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. ഈ വചനമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കും. ഇന്ന് പലരും എന്താണ്, ഇതൊന്നും വായിക്കാറുമില്ല, ഗ്രഹിക്കാറുമില്ല, അനുസരിക്കാറുമില്ല. നമുക്ക് സ്വർഗത്തിൽ എന്ത് പ്രതിഫലം കിട്ടാണ് ഈ പോകുന്നത്? അപ്പോൾ ഞാൻ ഇവിടെ വചനം പറയുകയാണ്, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയത്തില്ല. 2 യജമാനന്മാരെ സേവിപ്പാൻ കഴിയത്തില്ലെന്ന് വചനത്തിൽ കൃത്യമായിട്ട് പറയുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കണം. കർത്താവ് പറയാം, നിങ്ങൾ എന്റെ കാര്യമല്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യമാണ് നോക്കുന്നതെന്ന് വചനത്തിൽ പറയുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ വാക്യത്തിലേക്ക് വരികയാണ്. ലൂക്കോസ് സുവിശേഷം നമ്മൾ വായിച്ചു. അതിന്റെ 8-ാം അധ്യായമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ 8-ാം അധ്യായത്തില് നമ്മൾ പറഞ്ഞിങ്ങോട്ട് വന്നപ്പോൾ 8-ാം അധ്യായം അതിന്റെ 14-ാം വാക്യമാണ് നമ്മൾ ചിന്തിച്ചത്. മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും, അതാണ് നമ്മൾ ചിന്തിച്ചത്. ദ്രവ്യാഗ്രഹം, സകലവിധ
ദോഷത്തിന് കാരണമാണെന്ന് ബൈബിൾ പറയുന്നു. എന്നിട്ട് അടുത്തത് സംസാര ഭോഗങ്ങളാൽ ഞെരുങ്ങി. അപ്പൊ യഥാർത്ഥത്തില് ഇന്ന് നമുക്കറിയാം, ഇന്ന് സഭയിലൊക്കെ വചനം കേട്ടിട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വന്നിട്ട് ആ വചനത്തെ കുറിച്ച് പിന്നെ ചർച്ചയാണ്. എന്ത് ചർച്ച എന്ന് അറിയാമോ? ആ ദൈവദാസൻ പ്രസംഗിച്ചത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഓരോ ദൈവദാസന്മാരെയൊക്കെ നമ്മൾ കുറ്റം പറയുന്നത്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ തലമുറകളെ ഇന്ന് എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ സ്ഥലം നമ്മുടെ തലമുറകളില്ലാത്ത? ഇതൊക്കെ കേട്ടാണ് നമ്മുടെ തലമുറകൾ വളരുന്നത്. സഭയിൽ നടക്കുന്ന അടിയൊക്കെ കണ്ടിട്ടാണ് ഇന്നത്തെ തലമുറ വളരുന്നത്. പിന്നെ അവരെ എങ്ങനെയാണ് കൃപയിൽ നിർത്താൻ കഴിയുക? നമുക്ക് ഒരിക്കലും ദൈവകൃപ നിർത്താൻ കഴിയില്ല. കാരണം എന്താ പറയുമോ? നമുക്ക് മാതൃകൾ ഒരു ജീവിതമില്ല. അവരെന്താണ് കാണുന്നത്, ആമേൻ, അതിനെ അവർ പിൻപറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ യൗവന തലമുറകളുടെ വിശ്വാസം ഇപ്പൊ നഷ്ടപ്പെട്ടു പോയി. കാരണം എന്താണ്? ഇന്ന് ഈ ധനത്തിന്റെ പുറകെ പോയി, അതിനെന്താണ് ഈ സംസാരത്തിന്റെ പുറകെ പോയി, ഈ ലോകത്തിന്റെ ചിന്തയുടെ പുറകെ പോയി, ദൈവാശ്രയം നഷ്ടപ്പെട്ടവരായി അല്ലേ? കഴിഞ്ഞ കാലങ്ങളിലൊക്കെ, പണ്ട് കാലങ്ങളിലൊക്കെ അപ്പച്ചന്മാര് അവർക്കൊന്നും കഴിക്കാനില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കുകയും അവരെ വചനം പഠിപ്പിക്കുകയും അവരുടെ മുമ്പിൽ മാതൃകളുടെ ജീവിതം നയിക്കുന്നവരുമായിരുന്നു ആദിമ പിതാക്കന്മാര്. അതുകൊണ്ട് അവരുടെ തലമുറകളൊക്കെ കർത്താവിന്റെ വേലയ്ക്ക്, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിരുന്നു. ഇന്ന് ആരുടെ ദേവദാസന്മാരുടെ മക്കളാണ് കർത്താവിന്റെ വേലയ്ക്കുള്ളത്? അവരാരും വേലയ്ക്കില്ല. കാരണം അവർ കണ്ടു വളരുന്നതൊക്കെ ഇതൊക്കെയാണ്. ആമേൻ. അതുകൊണ്ട് എന്ത് ചെയ്യാണ്? ഇവിടെ വചനം പറയാണ്, സംസാര ഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തില് വചനം നമ്മുടെ ഹൃദയത്തിൽ 30, 60, 100 മേനി വിളയണമെങ്കിൽ, അത് ഗ്രഹിച്ച് അത് ഫലം കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരുപാട് സംസാരങ്ങളൊക്കെ നമ്മൾ കുറയ്ക്കണം. ആമേൻ. എന്നിട്ടാണ് പറയുന്നത്, നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ. അപ്പോ നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതിന് മാത്രമേ നല്ല ഫലം കായ്ക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞാൽ, വചനം കേട്ട് ഗ്രഹിക്കുന്നവർക്ക് മാത്രമേ അത് ക്ഷമയോടുകൂടെ അവർക്ക് ഫലം കൊടുക്കാൻ കഴിയത്തുള്ളൂ. ചിലർക്ക് വചനം കേട്ടാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് ഗ്രഹിക്കാൻ കഴിയില്ല. നമുക്കറിയാം, ഈ ലൂക്കോസിന്റെ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം അതിന്റെ 8-ാം അധ്യായം അതിന്റെ 33-ാം വാക്യം മുതൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അറക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. എന്നിട്ട് പറയാണ്, രോമം കത്രിക്കുന്നതിന് മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവന്റെ വായി തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവൻ ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. അടുത്ത 34-ാം വാക്യം പറയാണ്, ഷണ്ഡൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെ കുറിച്ച് പറയുന്നു? തന്നെ കുറിച്ചോ മറ്റൊരുത്തിനെ കുറിച്ചെന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. കണ്ടോ? അപ്പോൾ ഇത് ഇവൻ എന്ത് ചെയ്തില്ല? ഇത് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ലെന്ന് ബൈബിൾ പഠിപ്പിക്കുക. എന്നിട്ട് അതിന് 30, 31 ഇങ്ങനെയാണ് പറയുന്നത്. അതിന് 30, 31 വാക്യങ്ങൾ ഇങ്ങനെ പറയാണ്, ഫിലിപ്പോസ് ഓടി ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. കണ്ടോ? അപ്പൊ നമ്മൾ പഠിക്കുന്നത് വചനം വായിക്കുമ്പോൾ നമ്മൾ ഗ്രഹിക്കണമെന്നാ. അപ്പൊ ഫിലിപ്പോസ് ചോദിക്കാൻ, നീ ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അതിനകത്ത് 31-ാം വാക്യം പറഞ്ഞു, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്നവൻ പറഞ്ഞു. അങ്ങനെ ഈ തിരുവെഴുത്തുകളെ ആധാരമാക്കി സുവിശേഷം അറിയിച്ചു വന്നു. അങ്ങനെ സുവിശേഷം അറിയിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയെന്നും ഷണ്ഡനും ഫിലിപ്പോസും വെള്ളത്തിലിറങ്ങി സ്നാനമേറ്റു എന്നും വചനത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ വചനം ഗ്രഹിച്ചപ്പോഴാണ് ഈ ഷണ്ഡൻ രക്ഷിക്കപ്പെട്ടതും അവനെന്താണ് വെള്ളത്തിലിറങ്ങി സ്നാനമേൽക്കുകയും ചെയ്തത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ നാളുകളിൽ ഈ കേൾക്കുന്ന വചനം എന്ത് ചെയ്യണം? നമ്മൾ ഗ്രഹിക്കണം. ഗ്രഹിച്ചാൽ മാത്രമേ ഈ ഷണ്ഡനെ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അടുത്തടുത്ത വചനങ്ങൾ നമുക്ക് അനുസരിക്കാൻ പറ്റുള്ളൂ. അടുത്ത പടിയിലേക്ക് നമുക്ക് കിടക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ വചനം ഗ്രഹിച്ചില്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ വചനം 30, 60, 100 മേനിയായി ഒരിക്കലും വിളയത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ വചനം കേൾക്കുമ്പോൾ, കർത്താവേ ഈ വചനം ഗ്രഹിപ്പിക്കണമെന്ന് പറഞ്ഞ ദൈവത്തിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ചിന്തകളെ ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ അശ്രദ്ധമായിരിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്തകളെയൊക്കെ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത്, കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ, നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതുപോലെ വിത്ത് പോലെ ഞങ്ങളുടെ ഹൃദയത്തെ ഒന്ന് നല്ല നിലം പോലെ ഒരുക്കിയെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ എന്ന് ദൈവത്തിൽ എന്ത് ചെയ്യാം? നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മളെ നിശ്ചയമായിട്ട് സഹായിക്കും. നമ്മൾ ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ദൈവശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും കർത്താവ് നമ്മളെ സഹായിക്കുവാനിടയാകും. അങ്ങനെയെങ്കിൽ വചനത്തിന് മുമ്പിൽ സമർപ്പിച്ച് നമ്മെ തന്നെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.